ഹായ് വെൽക്കം ബാക്ക് ദിസ് വീഡിയോ സി ഷാർപ്പ് ട്യൂട്ടോറിയലിൻ്റെ സീരീസിൻ്റെ ആറാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. സോ നമുക്ക് എന്താണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സിംഗിൾ വേരിയബിളിൽ മൾട്ടിപ്പിൾ വാല്യൂസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി, ഏത് പോർഷനാണ് എക്സിക്യൂട്ട് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇഫ് കണ്ടീഷൻ എന്താണ്, എൽസ് കണ്ടീഷൻ എന്താണ്, എൽസ് ഇഫ് കണ്ടീഷൻ എന്താണെന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രീവിയസ് വീഡിയോസ്, സീരീസിലെ പ്രീവിയസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഈ പോർഷൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് അതിന്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്, സ്വിച്ച് എന്നൊരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു വേരിയബിൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് കീവേഡ് യൂസ് ചെയ്യുന്നത് ഒരു സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് നമ്മുടെ സി ഷാർപ്പ് കോഡിന് കമ്പൈലറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിൾ എന്ന വാല്യൂവിലാണ് എന്നതിലാണ് നമ്മുടെ വാല്യൂ ഉള്ളത്, വേരിയബിളിലാണ് നമ്മുടെ വാല്യൂ ഉള്ളത്. സോ ഫസ്റ്റ് കേസ് സ്റ്റേറ്റ്മെന്റിൽ, സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിലെ ഫസ്റ്റ് കേസ് എന്ന കീവേഡ് വെച്ച് നമ്മളൊരു വാല്യൂ 1 നമ്മളവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ കണ്ടീഷനിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിളും വാല്യൂ 1ഉം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോർഷൻ അവിടെ, ഈ കോഡ് ഇവിടെ വർക്ക് ആവും. കോഡ് ടു എക്സിക്യൂട്ടീവ് വേരിയബിൾ ഇസ് ഈക്വൽ ടു വാല്യൂ 1 എന്നുള്ള പോർഷൻ കണ്ടില്ലേ? അവിടെ നമ്മൾ എന്താണോ കോഡ് കൊടുത്തിട്ടുള്ളത് ആ കോഡാണ് റൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്രേക്ക് കീവേഡ് വെച്ച് യൂസ് ചെയ്തിട്ട് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ ബ്രേക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള കേസുകളൊന്നും ചെക്ക് ചെയ്യൂല. ഇതുപോലെ തന്നെ ഓരോ കേസും ഇതങ്ങനെ ചെക്ക് ചെയ്യും. കേസ് വാല്യൂ 1, കേസ് വാല്യൂ 2. വാല്യൂ 2 എന്ന് പറഞ്ഞ നെക്സ്റ്റ് കേസാണ്. ഇതുപോലെ തന്നെ വേരിയബിൾ പാസ് ചെയ്യുന്ന വാല്യൂവും വാല്യൂ 2ഉം ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ ആ പോർഷൻ ഓഫ് കോഡ് അവിടെ റൺ ചെയ്യും. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനെ ബ്രേക്ക് ചെയ്യും. ഇനി ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാം, ഇതുപോലെ മൾട്ടിപ്പിൾ കേസസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് പ്രത്യേക മാച്ചിങ് കീ വാല്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് എന്നുള്ളൊരു കീവേഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ പാസ് ചെയ്തിട്ടുള്ള വാല്യൂസ് ഒന്നും മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, വാല്യൂസ് വേരിയബിളുമായി മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡീഫോൾട്ട് കോഡ് അവിടെ വർക്ക് ആവുന്നതായിരിക്കും. എന്നിട്ട് അതിനെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മുടെ കോഡ് റിട്ടേൺ പോരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിനൊരു പ്രോഗ്രാം ചെയ്തിട്ട് റിയൽ ടൈം എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ ഞാൻ അതിനായി നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ 2022 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കൺസോൾ ആപ്പ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു കൺസോൾ ആപ്ലിക്കേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് പേര് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വേർഷൻ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് .NET 8 ആണ്. .NET 8 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പോൾ നമുക്കൊരു empty പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സിമ്പിൾ സ്ട്രക്ചർ ആണ്. ഒരു program.cs എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ആണുള്ളത്. സോ നമ്മൾ ഈ program.cs തന്നെ ഈ ഇപ്പോൾ ഡിഫോൾട്ട് ഹലോ വേർഡ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. സോ ഞാനിതിവിടെ ക്ലിയർ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ മുമ്പേ വീഡിയോയിലെല്ലാം കണ്ട പോലെ യൂസിങ് ഡയറക്ടറി വെച്ച് സിസ്റ്റം നെയിം സ്പേസിന് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കോഡ് ചെയ്തു വെക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, ഇവിടെ ഞാൻ ചോയ്സ് എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ വേരിയബിളിലേക്ക് 2 എന്ന വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റെ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിലേക്ക് ഞാൻ ഈ പാസ് ചെയ്യുന്നത് ഈ ചോയ്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെയാണ്. ഓക്കെ, എന്നിട്ട് കേസ്, ഈ ഫസ്റ്റ് കേസിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ 1 എന്ന് പറഞ്ഞ വാല്യൂവും ചോയ്സിലുള്ള വാല്യൂം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഇവിടെ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, ബ്രേക്ക് കീവേഡ് വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ബ്രേക്ക് ആയിട്ട് കോഡ് എക്സിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ചോയ്സ് 2 ആണോ ചെക്ക് ചെയ്യും. 1 ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആവും, അല്ല എന്നുണ്ടെങ്കിൽ 2 ആണോ, കേസ് 2 ആണോ നോക്കും. സോ നമ്മുടെ ഈ കേസിൽ കേസ് ഈക്വൽ ടു എന്താണ്, 2 ആണ്.
സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് യുവർ ചൂസ് ഓപ്ഷൻ 2 എന്നുള്ള ഈ ടെക്സ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. സോ നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ അതിനെ ഞാൻ ഇവിടെ റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇതാ നമുക്ക് കിട്ടിയത് യു ചൂസ് ഓപ്ഷൻ 2 ആണ്. കാരണം എന്താണ്, നമ്മൾ ചോയ്സ് എന്ന വേരിയബിളിലോട്ട് 2 ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. കേസ് 2ലാണ് അത് ചെക്ക് ചെയ്യുന്നത്. കേസ് നമ്മളിവിടെ പാസ് ചെയ്യുന്ന വേരിയബിൾ വാല്യൂ ആണ് 2 ആണ്. സോ അത് കാരണം നമ്മുടെ ചൂസ് ഓപ്ഷൻ 2 എന്നുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. സോ നമുക്കിനി അടുത്തൊരു കേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പാസ് ചെയ്ത വാല്യൂ 2 ആണ്. ഇനി നമ്മളിവിടെ പാസ് ചെയ്യാൻ പോകുന്ന വാല്യൂ 5 ആണെന്ന് വെക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമ്മൾ കേസ് 1, 2, 3 ആണുള്ളത്. സോ നമുക്ക് എന്താണ്, നമ്മുടെ ഒരു കേസ് ഒന്നും മാച്ച് ആകുന്നില്ല. സോ നമുക്ക് ഇപ്പം നമ്മൾ 5 ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമുക്ക് കിട്ടിയ നമ്മുടെ ഔട്ട്പുട്ട്. ഇവിടെ നമുക്ക് കിട്ടിയത് ഔട്ട്പുട്ട് ഇൻവാലിഡ് ചോയ്സ് ആണ്. കാരണം എന്താണ്, നമ്മുടെ ഡീഫാൾട്ട് സ്റ്റേറ്റ്മെന്റിലോട്ടാണ് അത് പോയത്. നമ്മൾ പാസ് ചെയ്ത വാല്യൂ 5 ആയത് കാരണം ഡീഫാൾട്ട് സ്റ്റേറ്റ്മെന്റിലോട്ടാണ് അത് പോയത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഇനി നോക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഒരു ഫീച്ചേഴ്സ് ആണ് പാറ്റേൺ മാച്ചിങ്. അപ്പോൾ എന്താണ് പാറ്റേൺ മാച്ചിങ്, അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ്. പാറ്റേൺ മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ഉള്ള വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ബെനിഫിറ്റും അത് തന്നെയാണ്. ഡിസ്കസ് ദ ഫ്ലെക്സിബിലിറ്റി ദീസ് ഫീച്ചേഴ്സ് ആഡ് വെൻ വർക്കിംഗ് വിത്ത് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ നമുക്ക് ഒരു സിംഗിൾ വേരിയബിളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന്റെ ഒരു റിയൽ ടൈം എക്സാമ്പിൾ ഒന്ന് നോക്കാം. സോ ഞാനിവിടെ ഒരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിന് ഞാൻ ഹലോ എന്ന് പറഞ്ഞ ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ സ്വിച്ച് കേസിനകത്തേക്ക് ഈ ഒബ്ജക്റ്റിനെയാണ് OBJ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വേരിയബിളിനെയാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, പാറ്റേൺ മാച്ചിങ്ങിനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. ഇൻഡ് ഡാറ്റ ടൈപ്പിൽ ഐ എന്നുള്ള വാല്യൂ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ആ വാല്യൂ ആ കേസ് വർക്ക് ആവുന്നതായിരിക്കും. എന്നിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇനി സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ, സ്ട്രിങ് വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ സ്ട്രിങ് വാല്യൂവിനെ ഇവിടെ നമുക്ക് ഈ കേസിൽ നമുക്ക് റൺ ചെയ്ത് ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് ഈ കേസ് സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക് ആവും. അതുപോലെ തന്നെ നൾ വാല്യൂ പാസ് ചെയ്യുന്ന കേസ് ആണെങ്കിലും ഈ പോർഷൻ ആയിരിക്കും റൺ ചെയ്യുന്നത്. ഇനി അല്ല ഇതൊന്നുമല്ല ഒരു ഡീഫാൾട്ട് ആയിട്ട് ഒന്നാണ് വർക്ക് ആവേണ്ടത് എന്നുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഡീഫാൾട്ട് എന്നുള്ളത്, നമുക്ക് ഈ പോർഷൻ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും, പ്രിന്റ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും അൺനോൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതാണ് പാറ്റേൺ മാച്ചിങ്. സിംഗിൾ വേരിയബിളിലേക്ക് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് വാല്യൂസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻറ്റിജർ അല്ലെങ്കിൽ സ്ട്രിങ്, ഈ ഐ എന്ന വേരിയബിൾ അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞ വേരിയബിൾ വാല്യൂ. സോ ഇതാണ് പാറ്റേൺ മാച്ചിങ്. ഇതൊരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിന്റെ. നമുക്ക് സിംഗിൾ വേരിയബിൾക്ക് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പ് വാല്യൂസ് അസൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കേസ് വർക്ക് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് നമ്മുടെ കോഡ് റൺ ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് പാറ്റേൺ മാച്ചിങ്. നമുക്കിനി ഈ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഈ എക്സാമ്പിൾ ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് റൺ ചെയ്യേണ്ട പോർഷൻ ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഇതാണ് നമ്മുടെ ലോജിക്ക് പ്രകാരം അല്ലേ. കാരണം നമ്മളിവിടെ സ്ട്രിങ് വാല്യൂവിനെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ എക്സാമ്പിൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്ത സമയത്ത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ ഹലോ എന്ന് പറഞ്ഞ ഔട്ട്പുട്ടാണ്. സ്ട്രിങ് ഉണ്ടല്ലേ, ഈ പോർഷനാണ് സ്ട്രിങ്, എസിലുള്ള വാല്യൂ ഹലോ എന്നുള്ളതാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് ലഭിച്ചത്. നമുക്ക് എക്സാമ്പിൾ ഒന്ന് വേറൊരു എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഈ ഹലോ മാറ്റിയിട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് കൊടുക്കാൻ പോകുന്നത്, 5 കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻറ്റിജർ 5 എന്നുള്ള വാല്യൂ ആണ് റൺ ചെയ്ത് കിട്ടേണ്ടത്. സോ ഞാനിവിടെ റൺ ചെയ്യാൻ പോവാണ് നമ്മുടെ ആപ്ലിക്കേഷന്. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. നമുക്ക് ഇൻറ്റിജർ 5 എന്നുള്ള വാല്യൂവിനാണ് കിട്ടിയത്. ഇതാണ് നമ്മുടെ പാറ്റേൺ മാച്ചിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ വേരിയബിൾക്ക് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള വാല്യൂസ് അപ്ലൈ ആവുന്ന കേസ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇവിടെയുള്ള കോഡ് കണ്ടില്ലേ, ഇത് .NET 8 ശേഷം നമ്മുടെ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിനെ ഷോർട്ടാക്കി എഴുതാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് .NETലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, സ്വിച്ച് ഓരോ കേസുകളും പാസ് ചെയ്തിട്ട് കേസ് 1 എന്നിട്ട് അതിന് ബ്രേക്ക് ചെയ്യും,
എന്നിട്ട് നെക്സ്റ്റ് കേസ് 2 കൊടുക്കും, അതിൻ്റെ വേണ്ട കണ്ടീഷൻസ് എഴുതും, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെയായിരുന്നു. എന്നാൽ ഡോട്ട് നെറ്റ് 8 അതിന് ശേഷമുള്ള ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഇത് എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ചോയ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ തന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് അസൈൻ ചെയ്തിരുന്ന വാല്യൂ 2 ആണ് അല്ലേ. എന്നിട്ട് നമ്മൾ ഈ റിസൾട്ട് പറഞ്ഞ വേരിയബിളിലോട്ട് നമ്മൾ ടോട്ടൽ റിസൾട്ടിനെ എടുത്തു വെക്കുന്നുണ്ട്. എന്താണോ റിട്ടേൺ കിട്ടുന്നത് അതിനേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ചോയ്സ് എന്ന വേരിയബിൾ അതിലേക്ക് പാസ് ചെയ്തിട്ട് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിൽ ഓരോ വാല്യൂകളും നമ്മൾ ചെക്ക് ചെയ്യാണ്. കേസ് 1 എന്ന് നമ്മൾ എഴുതുന്നില്ല, നമ്മൾ കേസ് എഴുതുന്നില്ല. 1 ആണെന്നുണ്ടെങ്കിൽ യുവർ ചൂസ് ഓപ്ഷൻ 1 എന്നുള്ള ഈ നേരിട്ട് ഈ കോഡിലേക്ക് പോവാണ്. സോ ഈ സിമ്പൽ എന്താണ്, ഇതിന്റെ യൂസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇനി അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് പോകുന്ന സമയത്ത് കുറേ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ സിമ്പൽ. ഇതിന്റെ യൂസ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജനറലി ഇതിന് ലാംഡ എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് സ്വിച്ച് കേസിൽ നമ്മൾ ഈ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മുടെ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ഡോട്ട് നെറ്റ് 8ൽ നമ്മൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ കേസുകളും അതിൻ്റെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും എഴുതുന്നത്. ഇതൊരു നോ നെയിംഡ് ഫംഗ്ഷൻ എന്നൊക്കെയാണ് നമ്മൾ വരുന്ന വീഡിയോകളിലെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് സെക്ഷനിലോട്ട് പോകും. ഈ ലാംഡ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നോ നെയിംഡ് ഫംഗ്ഷൻ എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കഷനെല്ലാം നമുക്ക് അതിനകത്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് വീഡിയോസ് റിലേറ്റഡ് കണ്ടന്റ് എല്ലാം നമ്മൾ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.